യഥാർത്ഥത്തില് ശിർക്ക് എന്താണ്, കുഫർ എന്താണെന്ന് വിശദീകരിക്കുകയല്ലാതെ ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ് എന്ന് പറയുന്ന സമ്പ്രദായം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ കേൾക്കത് പിന്നെയോ മുഖ്യധാരാ മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കി കളയുന്നു എന്നാണ്. എവിടെയാണ് മുഖ്യധാരാ മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കിയത്? ഇന്നെങ്ങാനും അബൂജഹൽ വന്നു എന്ന് വിചാരിക്കും ഇവിടെ കേരളത്തിൽ, നേരെ മർക്കസ് സക്കാഫത്ത് സുന്നിയിലേക്ക് കയറി ചെല്ലും. അസ്സലാമു അലൈക്കും ഷെയ്ഖുന കാന്തവരല്ലേ, ഞാൻ അബൂജഹൽ. ഞാൻ കരുതിയത് ലോകത്തിലെ ഏറ്റവും വലിയ മുശ്രിക്കിന്റെ നേതാവ് ഞാനായിരിക്കുന്ന. പക്ഷെ ഞാനൊക്കെ ചങ്ങായിമാരെ മഴ പെയ്യിപ്പിക്കുന്ന പടച്ചോനാന്ന് വകച്ചു കൊടുത്തിരുന്നു. നിങ്ങൾ അതും വകച്ചു കൊടുക്കില്ല. അതുകൊണ്ട് നിങ്ങളാട്ടോ എന്റെ ലീഡർ. ഇനി ലോക മുശ്രിക്കരുടെ ലീഡർ ആകാനുള്ള യോഗ്യതയും നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്കുമാണ് എന്ന് പറയുന്നത്. എവിടെയാണ് മുഖ്യധാരാ മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കിയത്? ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ് എന്ന് പറയുന്ന സമ്പ്രദായം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ആ മഹനീയമായ സുന്നത്തിൽ നിന്ന് ഈ ജനതയെ തെറ്റിച്ച്, സാക്ഷാൽ മതത്തിൽ നിന്ന് തെറ്റിച്ച്, പള്ളിയിലിരിക്കേണ്ട മനുഷ്യനെ വയലിൽ കൊണ്ടുവന്ന് പൈസ പിരിച്ചെടുത്ത്. ഇനി ആയത്ത് പറഞ്ഞു നോക്കൂ, ജനങ്ങളുടെ ധനം അന്യായമായി തിന്നും, അതോടൊപ്പം മതത്തുന്നവർ അകറ്റുകയും ചെയ്യും. രണ്ടുവിടെ ഖലീൽ തങ്ങളിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിക്കൊളി. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. എവിടെയാണ് മുഖ്യധാരാ മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കിയത്? ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ് എന്ന് പറയുന്ന സമ്പ്രദായം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് എന്ന പേരല്ല കൂട്ടരെ നല്ലത്, സമ്പത്ത് ജമാഅത്ത്. കുറച്ച് സ്ട്രോങ് അല്ലേ കാര്യം? അതാണ് എന്റെ പേര് തന്നെ മുജാഹിദ്. ഞങ്ങൾക്ക് പേരോട് മുശ്രിക്കായി. എവിടെയാണ് മുഖ്യധാരാ മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കിയത്? പേരോട് മുശ്രിക്കായി. ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ് എന്ന് പറയുന്ന സമ്പ്രദായം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, എന്ത് 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിന് അവിടെ എത്തുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നെ ഇല്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. എന്റെ കയ്യിലുണ്ടാ ക്ലിപ്പ്, ഇപ്പൊ ഇടാൻ സമയമില്ല. ഇതാണ് ഖുർആൻ പറഞ്ഞത്, ഉലൈകൽ അന്നാം, ഒരു നാക്കാലികളെ പോലെയാണ്. നാക്കാലിനെ പറഞ്ഞ അതിന് വിഷമാവും വിചാരിച്ചു, ബൽഹും അദല്ല്, അതിനേക്കാൾ മോശാണ്. മുനാഫിഖല്ലേ ഇയാള്. ഒരിത്തിരിയൊക്കെ അരപ്പിരിയുള്ളവനെ അതിന് പോവുള്ളൂ. ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു, ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. എവിടെയാണ് മുഖ്യധാരാ മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കിയത്? ആ വാചകത്തിൽ തന്നെ ഇല്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. എവിടെയാണ് മുഖ്യധാരാ മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കിയത്? ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ് എന്ന് പറയുന്ന സമ്പ്രദായം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. എവിടെയാണ് മുഖ്യധാരാ മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കിയത്? ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ് എന്ന് പറയുന്ന സമ്പ്രദായം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. എവിടെയാണ് മുഖ്യധാരാ മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കിയത്? ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ് എന്ന് പറയുന്ന സമ്പ്രദായം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി. അവസാനിപ്പിക്കണം. ഈ കൊല്ലലും കൊടുക്കലും കുത്തലും ചവിട്ടലും അവസാനിപ്പിക്കണം. മനുഷ്യനായിട്ട് ജീവിക്കണം, മനുഷ്യന്മാരായിട്ട് ജീവിക്കണം, പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. ഒരു മുസ്ലിയാര് ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയുക, അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ 3rd റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിളർ നബി അലൈഹിസ്സലാം കഴുത്തു മുരണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ. അവസാനിപ്പിക്കണം. ഈ കൊല്ലലും കൊടുക്കലും കുത്തലും ചവിട്ടലും അവസാനിപ്പിക്കണം. മനുഷ്യനായിട്ട് ജീവിക്കണം, മനുഷ്യന്മാരായിട്ട് ജീവിക്കണം, പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിനെ സ്നേഹമുണ്ടോ? ഒരുപാട് കാലത്തേക്ക് കുറെ മുസ്ലിയാക്കന്മാരെ ചങ്ങലിൽ കെട്ടിയിട്ട് തിന്നാനും കുടിക്കാനും കൊടുക്കുക, കുളിപ്പിക്കുകയും ഡ്രസ്സ് മാറ്റി കൊടുക്കുകയും ചെയ്യുക.
ഒരു 5 കൊല്ലം കേരളത്തിലെ മുഴുവൻ പുരോഹിതന്മാരെയും കൊല്ലണ്ട, പിടിച്ചു കെട്ടിയാൽ മതി. വേദനിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. പിടിച്ചു കെട്ടുക, കെട്ടിയിടുക, എന്നിട്ട് ഈ മുസ്ലിം ഉമ്മത്തിനെ മോചിപ്പിക്കുക, അവർക്ക് സ്വർഗത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുക. ഇവരെ നമുക്ക് ചങ്ങലക്കിടാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ മനസ്സിനെ ചങ്ങലക്കിട്ടോ. എന്നിട്ട് ഈ പുരോഹിതന്മാരിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തിക്കോ. കൊണ്ട് അവസാനിപ്പിക്കണം. ഈ കൊല്ലലും കൊടുക്കലും കുത്തലും ചവിട്ടലും അവസാനിപ്പിക്കണം. മനുഷ്യനായിട്ട് ജീവിക്കണം, മനുഷ്യന്മാരായിട്ട് ജീവിക്കണം, പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കണം.